കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ ദേശസഞ്ചാരം തുടങ്ങി. കർക്കിടക തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നതോടെ വീടുകളിലെ ആദിവ്യാധികൾ ഒഴിഞ്ഞു എന്നതാണ് വിശ്വാസം. കർക്കിടകം പിറന്നതോടെ ആദിവ്യാധികൾ അകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ ദേശസഞ്ചാരം തുടങ്ങി. വടക്കേ മലബാറിലെ വീടുകളിലേക്ക് കർക്കിടക തെയ്യങ്ങൾ എത്തുന്നതോടെ പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകന്നു എന്നാണ് വിശ്വാസം. കർക്കിടക തെയ്യങ്ങൾ വീട്ടിലെത്തി ചെണ്ടയുടെ താളത്തിൽ ചുവടുവെച്ചു കഴിഞ്ഞാൽ വീട്ടിലെ മുതിർന്ന സ്ത്രീ ഗുരുശിവെള്ളം ഉണ്ടാക്കി തിരിയും കത്തിച്ച് വീടിന്റെ മുൻവശത്ത് കൊണ്ടുപോയി ഒഴിക്കുന്നതോടെ വീടും പരിസരവും പരിശുദ്ധമായെന്നാണ് വിശ്വാസം. ആടിവേടൻ ഗളിഞ്ചൻ തെയ്യങ്ങളാണ് കർക്കിടകത്തിൽ വീടുകൾ സഞ്ചരിക്കുന്നത്. ആടിത്തെയ്യം പാർവതിയായും വേടൻ ശിവനായും അർജുനൻ ഗളിഞ്ചനായും വീടുകളിലെത്തുന്നു. ആടിത്തെയ്യം വണ്ണാൻ സമുദായക്കാരും വേടൻ തെയ്യം മലയ സമുദായക്കാരും ഗളിഞ്ചൻ തെയ്യം നെൽക്കത്തായ സമുദായവുമാണ് കെട്ടിയാടാറുള്ളത്. കർക്കിടമാസം എല്ലാ കൊല്ലം വരുന്നതാണ്. നമ്മളെ മുമ്പേ പൂർവ്വന്മാർ ചെയ്തു വരുന്ന പോലെ നമ്മൾ ഇപ്പോൾ തലമുറയായിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ തെയ്യം എന്ന് പറഞ്ഞാൽ പാർവതിയാണ്. അങ്ങനെ ഇപ്പോൾ കർക്കിടമാസം 1-ാം തീയതി നമ്മൾ കീറി. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞു. നമുക്ക് ഇവിടെ ഈ നാട്ടിൽ 15 ദിവസമുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ഇറങ്ങി. ഇടവഴികളിലൂടെയും റോഡുകളിലൂടെയും പാടവരമ്പുകളിലൂടെയും തെയ്യങ്ങൾ അങ്ങനെ ഓരോ വീടുകളിലും എത്തി അനുഗ്രഹം ചൊരിഞ്ഞ് മടങ്ങുന്നു. വീട്ടിലെത്തി മടങ്ങുമ്പോൾ പണമോ അരിയോ നൽകുന്നത് ആചാരം. ക്യാമറാമാൻ ദിനേശ് താനത്തിനൊപ്പം KV സുനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.